സോളാർ കേസിലെ പ്രതി ശാലു മേനോന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെയായിരുന്നു സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഹൈക്കോടതിയുടെ വിമർശനങ്ങൾ. സരിത എസ് നായരുടെ മൊഴി രേഖപ്പെടുത്താൻ അവസരം നൽകാത്ത പോലീസ് നടപടിയെ കോടതി വിമർശിച്ചു. കഴിഞ്ഞ ദിവസം എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി സരിതയുടെ മൊഴി രേഖപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ജയിലിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുന്നതിന് മുമ്പ് അന്വേഷണ സംഘം മറ്റൊരു കേസിൽ കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കി. ഇത് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു കോടതിയുടെ വിമർശനം. സർക്കാരിനെ കേസുമായി ബന്ധപ്പെട്ട് ചിലത് മറയ്ക്കാനുണ്ടെന്ന് സംശയിക്കുന്നു. കോടതി ഉത്തരവുകൾ പ്രഹസനമാക്കുകയാണ് സർക്കാർ. തട്ടിപ്പിലൂടെ നേടിയ പണം കണ്ടെടുത്തിട്ടുണ്ടോ എന്നും ജസ്റ്റിസ് എസ് സതീഷ് ചന്ദ്രൻ ചോദിച്ചു. അന്വേഷണം ഈ നിലയിലാണെങ്കിൽ ADGPയോട് ഹാജരാകാൻ നിർദ്ദേശം നൽകുമെന്നും കോടതി പറഞ്ഞു. വ്യവസായിയായ MK കുരുവിള നൽകിയ ഹർജിയിൽ മുഖ്യമന്ത്രിയുടെ പേരും ഇന്ന് ഹൈക്കോടതി പരാമർശിച്ചു. കേസുകൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നായിരുന്നു കുരുവിളയുടെ ഹർജിയിലെ ആവശ്യം. ഇത് പരിഗണിക്കുമ്പോൾ പരാതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്ന് കോടതി ചോദിച്ചു. അതേസമയം തെറ്റിദ്ധാരണ മൂലമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ചില പരാമർശങ്ങളുണ്ടായതെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ T ആസഫ് അലി പിന്നീട് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. പ്രൊഡക്ഷൻ വാറണ്ട് ഉള്ളതുകൊണ്ടാണ് സരിതയെ മറ്റൊരു കേസിൽ കസ്റ്റഡിയിലെടുത്തതെന്നും DGP വിശദീകരിച്ചു. പരാതി എഴുതി കൊടുക്കാൻ പറഞ്ഞ ഒരു പ്രതിയെ ആ പരാതി എഴുതുന്നത് ഒഴിവാക്കാൻ വേണ്ടി പോലീസ് ചെയ്തതാണോ എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് അങ്ങനെ പോലീസിന് ചെയ്യാൻ പറ്റുമോ എന്നൊരു പരാമർശം ചോദിച്ചത്. MK കുരുവിളയുടെ ഹർജി പരിഗണിക്കുന്നതിനിടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ജസ്റ്റിസ് VK മോഹനൻ യാതൊരു പരാമർശവും നടത്തിയിട്ടില്ലെന്ന് ഗവൺമെന്റ് പ്ലീഡറും വിശദീകരിച്ചു. ഈ ഉപകരണങ്ങളിൽ ചെയ്യുന്ന ഫ്രോഡുകളും മറ്റും പവർ സെന്റേഴ്സ് അറിയാതിരിക്കുകയും അതിനെക്കുറിച്ച് അന്വേഷണം ഉണ്ടാവില്ലേ എന്നോട് ചോദിച്ചു. ഉണ്ടാവുമെന്ന് ഞാൻ ഉത്തരം പറയുന്നു. ഇതല്ലാതെ ജസ്റ്റിസ് VK മോഹൻ്റെ ഭാഗത്തുനിന്ന് ഇന്ന് കേസെടുത്തപ്പോൾ ശ്രീ MK കുരുവിളയുടെ കേസെടുത്തപ്പോൾ യാതൊരു വിധത്തിലുള്ള പരാമർശവും മുഖ്യമന്ത്രിക്കെതിരെയോ ഗവൺമെന്റിനെതിരെയോ ഉണ്ടായിട്ടില്ല. അതേസമയം മുഖ്യമന്ത്രിയുടെ അറിവിലുള്ള കാര്യങ്ങൾ അന്വേഷിച്ചുവോ എന്ന് ജസ്റ്റിസ് ചോദിച്ചില്ലേ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് DGPയോ ഗവൺമെന്റ് പ്ലീഡറോ കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. DGPയുടെ അന്വേഷണ പുരോഗതി സംബന്ധിച്ച റിപ്പോർട്ട് നാളെ ഹാജരാക്കുമെന്നും DGP അറിയിച്ചു. മീഡിയ 1 കൊച്ചി.